ഏതാനും ചിലരുടെ അശ്രദ്ധ മൂലം തകർന്നു വീണത് ഒരു തലമുറയുടെ തന്നെ സ്വപ്നമാണ്. NH-66 പലയിടത്തായി വീണുടഞ്ഞത് കേരളത്തിൻ്റെ മൊത്തം സ്വപ്നം തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരാമെന്ന മലയാളിയുടെ അതിമോഹമാണ് വീണുടഞ്ഞിരിക്കുന്നത്. കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ നെറുകേട് കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. ഭരിക്കുന്ന സർക്കാരുകളെ ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ നടപ്പാക്കാൻ വേണ്ട പണം സമാഹരിച്ചു നൽകി അതിന് തുടക്കമിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു സർക്കാരിൻ്റെ പണി. അത് ഉത്തരവാദിത്തോടു കൂടി കൊണ്ടു നടന്ന് പണി പൂർത്തിയാക്കേണ്ടത് ഞങ്ങളുടെ പിച്ചക്കാശിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം ഒന്ന് മാത്രമാണ്. അതിന് മുഹമ്മദ് റിയാസിനെയോ നിതിൻ ഗഡ്കരിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ ആദ്യകാലങ്ങളിൽ കൃഷി, ചെറുകിട വ്യവസായം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലാണ് കേന്ദ്ര സർക്കാർ പണം മുടക്കി വികസനം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ BJP സർക്കാർ വന്നതോടുകൂടി ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഭാരതത്തിലെ ഒരു നേർരേഖയിൽ കിടക്കുന്ന തുറമുഖങ്ങളെ യോജിപ്പിക്കുവാൻ വേണ്ടിയാണ് NH-66 പണി ആരംഭിച്ചത്. വിഴിഞ്ഞം, കൊച്ചി, മംഗലാപുരം, ബോംബെ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളും അതിനിടയിലുള്ള ചെറുകിട തുറമുഖങ്ങളുടെയും വികസനത്തിനും സഞ്ചാരത്തിനും വേണ്ടിയാണ് ഈ വികസന പദ്ധതി കൊണ്ടുവന്നത്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡാണെങ്കിലും വിഴിഞ്ഞത്തിന് തെക്കോട്ട് കാര്യമായി പണി നടക്കാത്തതും ഇതുമൂലം തന്നെയാണ്. തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം ടൂറിസം മേഖലയെ ബന്ധിപ്പിക്കുന്ന ചിന്തയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അതിവേഗം കന്യാകുമാരിയിലെത്തിയനെ. ഏതായാലും സ്വാതന്ത്ര്യം ലഭിച്ച 60 വർഷത്തിന് ശേഷം കേരളത്തിന് ലഭിച്ച ഒരു വികസന പദ്ധതി തന്നെയായിരുന്നു NH-66. സങ്കുചിതമായ മനസ്ഥിതിയോടെ വീതി കുറഞ്ഞ പാത മതി എന്ന് നിശ്ചയിച്ച് ഉപ്പിലിട്ട് വെച്ച പദ്ധതിയാണ് പിണറായി വിജയൻ പുനരാരംഭിച്ചത്. വീതി കൂടിയ പാത കേരളത്തിന് ആവശ്യമാണ് എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഇന്ന് കാണുന്ന നിലയിലാക്കിയത് പിണറായി വിജയൻ തന്നെയാണ്. കേവലം 6000 കോടി രൂപയുടെ മുതൽ മുടക്കാണ് കേരളത്തിലുള്ളത് എന്ന് ആരെല്ലാം ആക്ഷേപിച്ചാലും പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിക്ക് 6000 കോടിയിൽ കൂടുതൽ മൂല്യമുണ്ട്. റോഡ് തകർന്നു വീണ് അമ്പരന്ന് നിൽക്കുന്ന ജനത്തിൻ്റെ മുന്നിലാണ് അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത ചിലർ സമരവുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ആയിപ്പോയിരിക്കുകയാണ്. സമരം ചെയ്യുന്നവർ പോലീസിന് മനുഷ്യാവകാശമുണ്ട് എന്നും അവരും നമ്മുടെ ഇടയിൽ നിന്നുള്ള വരുന്ന മനുഷ്യരാണ് എന്നും ഉള്ള ചിന്തയോടുകൂടി സമരം നടത്തുന്നത് നല്ല കാര്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ഷോ ആയിപ്പോയി ചില യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനങ്ങൾ. അത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട്. മണ്ണൂത്തി മുതൽ എറണാകുളം വരെ ഇപ്പോഴത്തെ NH-544 പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയത് ആരാണ് എന്നും അതിന് കാരണഭൂതൻ അന്നത്തെ ഏത് മന്ത്രിയായിരുന്നു എന്നും അയാൾക്ക് ഈ ടോൾ കമ്പനിയുമായുള്ള ബന്ധം എന്താണ് എന്നും യൂത്ത് കോൺഗ്രസ് ഒരു പഠനം നടത്തുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന അഭിപ്രായവും ഉള്ളവരുണ്ട്. വയലേലകളിലൂടെ പുതിയതായി റോഡ് പണിയുമ്പോൾ വയലിൽ ഇറക്കുന്ന മണ്ണ് താഴ്ന്നു പോകുമെന്ന അടിസ്ഥാന തത്വം ഇതിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാർക്ക് ഇല്ലാതെ പോയി എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടം തന്നെയാണ്. ഇവനൊക്കെ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ പൂട്ടിക്കണമെന്ന അഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. വയലേലകളിലൂടെ റോഡ് പണിയുമ്പോൾ ബലവത്തായ തൂണുകളുടെ സഹായത്തിൽ ഉയർത്തി പണിയുകയാണ് വേണ്ടത്. വലിയ അളവിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഒരു എർത്ത് ഡാം പോലെ പണിത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയത്തെപ്പറ്റി പറയുന്ന മുഴുവൻ പേരും ഈ ചെറിയ ഡാമിൻ്റെ അപകട സാധ്യത കാണാതെ പോയത് തെറ്റായിപ്പോയി. രാഷ്ട്രീയമായി പറഞ്ഞാൽ സർക്കാരുകളുടെ വലിയ നേട്ടത്തിലാണ് ഇടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. അത് തുറന്നു കാണിക്കുവാൻ പറ്റിയ പ്രതിപക്ഷം ഇല്ലാതെ പോയത് സർക്കാരിൻ്റെ ഭാഗ്യമായി കൂട്ടിയാൽ മതി. 2026 തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായിരുന്നു കാസർഗോഡിനും തൃശ്ശൂരിനും ഇടയിൽ പലയിടത്തായി തകർന്നു വീണത്. അതിനൊരു കൊല്ലത്തിനുള്ളിൽ എന്തു ചെയ്താലും വീണ്ടെടുക്കുവാൻ സാധിക്കില്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ സമാന്തര പാതയായ അങ്കമാലി മുതൽ പാലക്കാട് വരെ NH-544 പലയിടത്തായി നടക്കുന്ന മേൽപ്പാലങ്ങളുടെ പണിയും കൂടിയായപ്പോൾ കേരളം മൊത്തത്തിൽ നിശ്ചലമായി. യഥാർത്ഥത്തിൽ NH-66 പണി പൂർത്തിയായതിനു ശേഷം മാത്രം മതിയായിരുന്നു NH-544 പൊളിച്ചെടുത്ത്.